സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി തുറന്നുകാട്ടുകയാണെന്ന അവകാശവാദത്തോടെ UDF സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ധനകാര്യ പരിഷ്കാരങ്ങളുടെ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന പല നിർദ്ദേശങ്ങളും പൊതുസേവനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, സബ്സിഡി സംവിധാനത്തിലെ മാറ്റങ്ങൾ, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച പരാമർശങ്ങൾ എന്നിവയാണ് ശ്രദ്ധ നേടുന്നത്. ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് KSEB, വാട്ടർ അതോറിറ്റി, KSRTC എന്നിവയുടെ സേവനങ്ങൾ നിലവിലുള്ളതുപോലെ പൊതുവായ സബ്സിഡി നിരക്കിൽ നൽകാതെ അത് ദരിദ്രർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്നതാണ്. നിലവിൽ എല്ലാവർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഭാവിയിൽ അർഹരായി സർക്കാർ നിർണയിക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രം ലഭിക്കുമെന്നതാണ് ശുപാർശ. സബ്സിഡി നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കണമെന്നും ധവളപത്രം നിർദ്ദേശിക്കുന്നു. ഇതിനുദാഹരണമായി കേന്ദ്ര സർക്കാർ LPG സബ്സിഡിയിൽ നടപ്പാക്കിയ മാതൃകയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായ സംവിധാനം കേരളത്തിൽ നടപ്പായാൽ വെള്ളം, വൈദ്യുതി, KSRTC ടിക്കറ്റ് എന്നിവയ്ക്ക് ഉപഭോക്താക്കൾ ആദ്യം ഉയർന്ന നിരക്ക് നൽകേണ്ട സാഹചര്യമുണ്ടാകാം. പിന്നീട് അർഹരായി കണക്കാക്കപ്പെടുന്നവർക്ക് മാത്രം സബ്സിഡി തുക നേരിട്ട് ലഭിക്കുന്ന രീതിയിലേക്കാകും മാറ്റം. ഈ പദ്ധതി നടപ്പാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അതിനായി ആണവോർജ്ജ മേഖലയടക്കമുള്ള പുതിയ സാധ്യതകൾ പരിഗണിക്കണമെന്നും ധവളപത്രം പറയുന്നു. അതേസമയം തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഹരി വിൽപ്പന നടത്തുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ആവശ്യമാണെങ്കിൽ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഭൂമിയും മറ്റ് ആസ്തികളും കൂടുതൽ ലാഭകരമായി പുനരുപയോഗിക്കണമെന്ന നിലപാടും അതിലുണ്ട്. മറ്റൊരു വിവാദ നിർദ്ദേശം സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തമ്മിലുള്ള ലയനമാണ്. ബിവറേജസ് കോർപ്പറേഷൻ സ്ഥിരമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ലാഭവിഹിതത്തിന് നികുതി നൽകേണ്ടി വരുന്നു. 2022-23 48.41 കോടി രൂപയും 23-24 84.66 കോടി രൂപയും 2024-25 47.33 കോടി രൂപയും നികുതിയായി നൽകിയിരുന്നു. ഈ നികുതി ബാധ്യത കുറയ്ക്കാൻ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുമായി ബിവറേജസ് കോർപ്പറേഷനെ ലയിപ്പിക്കണമെന്നാണ് ധവളപത്രത്തിലെ നിർദ്ദേശം. രണ്ട് സ്ഥാപനങ്ങളെയും ഒരേ സ്ഥാപനത്തിന്റെ 2 ഡിവിഷനുകളായി പ്രവർത്തിപ്പിക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സർക്കാർ ചെലവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്ന വാദം ധവളപത്രം ആവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ ധനപരിഷ്കാരങ്ങൾ ഭാവിയിൽ വരാനിടയുണ്ടെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ധനകാര്യ സ്ഥിരത ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളാണോ അതോ പൊതുമേഖലയെ ചുരുക്കുന്ന പുതിയ സാമ്പത്തിക നയങ്ങളുടെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്.